ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായി പോകുന്നെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം 28-ന് എക്സാം ഉള്ളവർ ഒന്ന് സ്പീഡപ്പ് ചെയ്ത് പോവുക കേട്ടോ. എല്ലാവരും സിലബസ് എടുത്തിട്ട് നമ്മുടെ മാക്സിമം ഒന്ന് കവർ ചെയ്ത് പോവുക, ഓടിച്ച് പോയാൽ മതി. മാക്സിമം GK മാത്രം നോക്കിയാൽ മതി കേട്ടോ. GKയും കറണ്ട് അഫയേഴ്സ് നമ്മുടെ മാത്സും കൂടെ നോക്കി ഒന്ന് ഓടിച്ച് പോവുക. അപ്പോൾ സിലബസ് ഒന്ന് കവർ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പം അതനുസരിച്ച് നിങ്ങൾ ഇനിയുള്ള 2-3 ദിവസമല്ലേ ഉള്ളൂ, അതും കൂടെ നോക്കി പോവുക കേട്ടോ. മാക്സിമം നോക്കിയാൽ മതി. നമുക്ക് എല്ലാവർക്കും പ്രിലിംസ് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ 4 മണിയുടെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാ ദിവസവും വീഡിയോ ഉണ്ടോയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വ്യൂസൊക്കെ കുറവായതുകൊണ്ടാണ് കുറച്ച് ചില ദിവസങ്ങളിൽ ഇടാതിരിക്കുന്നത്. പിന്നെ തൊട്ട് എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു 4:45 വരെ ഞാൻ ഇരുന്നു കേട്ടോ. രാവിലെ ഒരു കേരള ചരിത്രത്തിൻ്റെ ക്ലാസ് കാണണമെന്നാണ് വിചാരിച്ചത്. ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് ഞാൻ കരുതി അതിൻ്റെ ടോപ്പിക് ഒന്ന് നോക്കി തീർന്നിട്ട് അതിൻ്റെ ക്ലാസ് കാണാം കേട്ടോ. അപ്പം 4:45 വരെ അതിൻ്റെ ടോപ്പിക് ഒന്ന് നോക്കി മാക്സിമം പറ്റുന്നത് LDയുടെ നമ്മുടെ സിലബസിൽ PVQ എന്ന് പറയുന്ന ഒത്തിരി പോർഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ അത്രയും എത്തത്തില്ല. അപ്പം സ്പീഡപ്പ് ചെയ്ത് നമുക്ക് കാണാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാനൊരു എനിക്ക് കാരണം ഇന്നലെ കിടന്നപ്പോൾ ലേറ്റായി. അങ്ങനെ പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി. പക്ഷേ കട്ടൻ ചായ എനിക്ക് താല്പര്യമുള്ള ആളല്ല, എന്നാലും ഉറക്കം പോകണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഞാൻ ക്ലാസ് കാണാമെന്ന് കരുതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ലക്ഷ്യയുടെ ക്ലാസ്സാണ് കണ്ടത്. അപ്പം സാറിൻ്റെ ക്ലാസ് നല്ല ഡെപ്തി പോകുന്നതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ പഠിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് പഠിച്ച കുട്ടികളാണെങ്കിൽ നല്ലൊരു റിവിഷൻ മെത്തേഡാണ്. മാക്സിമം അങ്ങനെ ഉള്ള ക്ലാസ്സുകൾ കണ്ട് നോക്കി പോകാട്ടോ. അപ്പം ഒരുപാട് ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചില ക്ലാസ്സസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് വലിച്ച് നീട്ടി ഇടയ്ക്കുള്ള സംസാരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടൈമും കൂടെ വേസ്റ്റ് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചില ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. ഇപ്പം ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യയുടെ ക്ലാസ്സസ് ആണെങ്കിലും, പിന്നെ ടാലൻറ്റ്, അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സസ് നമ്മൾ എടുക്കുമ്പോൾ, വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ലാഗിങ് ഒന്നുമില്ല, കറക്റ്റ് ആ പോയിൻറ്റ്സ് മാത്രം നമ്മൾ പഠിച്ചു പോകുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഉഷാറ് വരാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞാൻ പിന്നെ എൻ്റെ ഫോക്കസ് ചെയ്യുന്നതൊന്നും കറക്റ്റ് അല്ലായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ആ തലവേദന കാരണം ആകെ ഒരു ഇതായിരുന്നു. എന്നാലും പഠിച്ചല്ലേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നത്. അപ്പോൾ രാവിലെ മാക്സിമം പറ്റുന്ന അത്ര ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ ഇടയ്ക്ക് ഉറക്കം വരുതരുതല്ലോ. അപ്പം ഇനിയിപ്പോൾ 2-3 ദിവസമല്ലേ ഉള്ളൂ, അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കാണുമ്പോൾ നമുക്കറിയാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കിട്ടും അതിൽ നിന്ന്. അതുകൊണ്ടാണ് ആ ക്ലാസ് തന്നെ ഇട്ട് കണ്ടത്. അപ്പം ഒരുപാട് ഒരു 7-8 ക്ലാസ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി ഒരു സമയം ഇനിയും ഉണ്ട്, മാക്സിമം ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ 6 മണി വരെ ഞാൻ ആ ക്ലാസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഫ്രഷപ്പ് ചെയ്യാമെന്ന് കരുതി. എന്തായാലും നേരം വെളുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ രാവിലെ ജസ്റ്റ് ഒന്ന് വെളിയിലൊക്കെ നോക്കിയിട്ട് ഇരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ക്ലാസ് കാണാനിരുന്നു കേട്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് പഠിച്ചിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചുകൂടെ മൈൻഡ് നമുക്ക് കൂടുതലൊരു 10-15 മിനിറ്റ് നമ്മുടെ മൈൻഡിൽ ഓരോ ഗ്രാസ്പിംഗ് പവർ നമുക്ക് മാക്സിമം ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും നേരം ഇരുന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഠിക്കാതിരിക്കണം. പിന്നെ ഞാൻ രാവിലെ മോർണിംഗ് പേപ്പർ വന്നു. അങ്ങനെ പിന്നെ പേപ്പർ എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ പോയത് കേട്ടോ. രാവിലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിറ്റേന്ന് വരുന്ന ആൾക്ക്. അത് കാരണം രാവിലെ ചെന്നങ്ങ് എടുക്കും. ചില ദിവസങ്ങളിൽ മറന്നു പോകും കേട്ടോ. അതാണ്. അപ്പം പഠിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെയുള്ളൊരു ടാഗ് ലൈനാണ് ആദ്യം കണ്ടത്. എന്നാലും ഞാൻ പേപ്പർ രാവിലെ എടുത്ത് നോക്കിയില്ല കേട്ടോ. പഠിക്കാതെ തന്നെ ഞാൻ പേപ്പർ വായിക്കാതെ തന്നെ പഠിക്കാനായിട്ട് ഇരിക്കാമെന്ന് കരുതി. ആ സമയം കൂടെ പോകുമല്ലോ, നമുക്ക് ഉറക്കം വരുന്ന സമയങ്ങളിൽ ഇതൊക്കെ ചെയ്യാമല്ലോ. പേപ്പർ വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വീഡിയോസ് കാണാം. അപ്പം കുറച്ച് ഫ്രഷപ്പ് ആവും രാവിലെ ആകുമ്പോഴത്തേക്ക്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ഒന്ന് രാവിലെ എഴുന്നേറ്റൊന്ന് നോക്കുക, നമുക്ക് നല്ലപോലെ പഠിക്കാനൊക്കെ. അപ്പോൾ ഞാൻ PSCയുടെ ന്യൂസൊക്കെ കണ്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ ആ PSCയുടെ ന്യൂസ് കണ്ടിട്ട് എടുത്ത് നോക്കിയതാണ് പേപ്പറിൽ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് 8 മണി ആയിട്ടുണ്ട് കേട്ടോ. മാക്സിമം എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നത്തെ ദിവസമായിരിക്കും കൂടുതലും കറക്റ്റായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാക്സിമം ഞാൻ ഇരുന്നു കേട്ടോ. 8 മണി വരെ ഇരുന്നു. അതാണ് ഞാൻ നമ്മുടെ കട്ടൻ ചായയൊക്കെ കുടിച്ചതും വെറുതെ ഫ്രഷപ്പ് ആയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8 മണിക്കുള്ള മോർണിംഗ് ക്ലാസ് ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടു കേട്ടോ, 9 മണി വരെ. അങ്ങനെ ഞാൻ ഒരു 5 hours മാക്സിമം ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലൊക്കെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ കൊടുത്തു കേട്ടോ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ മാക്സിമം അവർ ലേറ്റ് ആവും ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മാക്സിമം 9 മണി വരെയൊക്കെ ഇരിക്കാം. ഇന്നത്തെ ദിവസം അങ്ങനെ ഇരുന്നു ഞാൻ മാക്സിമം. അപ്പം കുട്ടികൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ. കുഞ്ഞു കുട്ടികളുള്ളവരാണെങ്കിൽ നമുക്ക് ഉറക്കമുള്ളവരാണെങ്കിൽ അങ്ങനെ നോക്കാം.
അത് കഴിഞ്ഞിട്ട് പിന്നെ പേപ്പർ വയ്ക്കാനൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊരു എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഹയർ കണ്ടായിരുന്നു, ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് റെസ്യൂമൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു. ആ വീഡിയോ ആണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് എഴുതിയാണ് ചെയ്തത്. അതിനിടയ്ക്ക് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു കേട്ടോ. കുറച്ച് നേരം കൂടെ ഇരുന്ന് പഠിച്ചു. പിന്നെ ഉച്ചക്കടെ വീഡിയോ ഒന്നും എടുത്തില്ല, കുറേ ലെങ്തി ആയിപ്പോയി വീഡിയോ. ഇന്ന് രാവിലെ എടുത്തത് തന്നെ. അങ്ങനെ പിന്നെ അത് ക്ലോസ് ചെയ്തു കേട്ടോ. വൈകുന്നേരം കുട്ടികളെ കൊണ്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കേട്ടോ. ക്രിസ്മസ് വൈബ്സൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കടകളിൽ ഒന്ന് കയറി പിന്നെ സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. അടുത്ത ക്രിസ്മസ് നല്ലൊരു നമുക്ക് ജോലിയൊക്കെ ആയി നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ലൈഫ് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ നെക്സ്റ്റ് ക്രിസ്മസോടുകൂടി തന്നെ കേട്ടോ. അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരെയാണ്. നാളെ നല്ലൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.